വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രീവിയസ് കോൺസ്റ്റിറ്റ്യൂഷൻ ചോദ്യങ്ങളാണ്. 2025 ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസവും പുതിയ CRT ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ചെയ്ത വീഡിയോസ് ഏതൊക്കെയാണ് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടന്നാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1950 മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1928 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 1978 എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? എത്രാമത്തെയാണ്? ഓപ്ഷൻ എ 44 അല്ലേ. 1978 44-ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. എന്നിട്ട് ഏതിലാക്കി മാറ്റി? പാർട്ട് 12 300A പാർട്ട് 12 300A അത് നിയമ അവകാശമാക്കി മാറ്റാണ്, ലീഗൽ റൈറ്റ് ആക്കി മാറ്റാണ്. ഓക്കെ, അപ്പോൾ 1978 44-ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്നതിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് നയങ്ങളിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ഏകീകൃത സിവിൽ കോഡ്. നയം എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? ഏകീകൃത സിവിൽ കോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ നിന്നും ഉൾപ്പെടാത്തത് ഏതാണ്? മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതാണ് വരാം? ഓപ്ഷൻ ഡി ആണ് പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം യത്നിക്കേണ്ടതെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ പൗരരാണ് അവിടെ വരേണ്ടത്. അപ്പോൾ രാഷ്ട്രം യത്നിക്കേണ്ടതെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനാലാണ് അത് തെറ്റായിട്ട് വന്നത്. അപ്പോൾ മൗലിക കർത്തവ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക. 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടിക്കോ രക്ഷ്യബാലകനോ അതത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷാകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക. പൊതുസ്വത്ത് പരിരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നൊക്കെ എന്താണ്? മൗലിക കർത്തവ്യങ്ങളിൽ വരുന്നവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ്? ഓപ്ഷൻ ഏതാണ് വരുന്നത്? സി ആണല്ലേ, ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം അല്ലേ. ആർട്ടിക്കിൾ 32-നെയാണ് ഡോക്ടർ BR അംബേദ്കർ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ അനുച്ഛേദം 21A ഉറപ്പുവരുത്തത് എന്താണ് ആർട്ടിക്കിൾ 21A പറയുന്നത്? എന്താണ് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ്. ആർട്ടിക്കിൾ 21 പറയുന്നത് എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവരിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് HC മുഖർജി, VT കൃഷ്ണമാചാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് അയർലൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സാമ്പത്തിക അടിയന്തരാവസ്ഥ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് പറയുന്നത്? എത്രാമത്തെയാണ്? ഓപ്ഷൻ സി ആണ് അനുച്ഛേദം 360. സാമ്പത്തിക അടിയന്തരാവസ്ഥ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 360. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1985 പാസ്സാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? അതായത് 1985 52ാം ഭേദഗതിയിൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റ നിരോധന നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ ഏതാണ്? ഓപ്ഷൻ എ ആണ് വനം വൈദ്യുതി. വനം വൈദ്യുതി. നെക്സ്റ്റ്. ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ഹീരാലാൽ സമരിയ. നെക്സ്റ്റ്. നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? ഓപ്ഷൻ സി ആണ് അശ്വിനി വൈഷ്ണവ്. കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവരിൽ ആർക്കാണ് അധികാരമുള്ളത്? കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് ആർട്ടിക്കിൾ 10 പ്രകാരം ഷെഡ്യൂൾ 10 പ്രകാരം, അതായത് ഷെഡ്യൂൾ 10 പറയുന്നത് കൂറുമാറ്റ നിരോധനത്തെ കുറിച്ച് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ കൂറുമാറ്റ നിരോധന നിയമം പ്രകാരം ആർക്കാണ് അയോഗ്യത കൽപ്പിക്കുന്നതിനുള്ള അധികാരമുള്ളത്? ഓപ്ഷൻ എ ആണ് സ്പീക്കർക്കാണ്. സ്പീക്കർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. GST നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? GST നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് ബി ആണ് വരുന്നത്. ഞാൻ വായിക്കുന്നില്ല, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നമുക്ക് ശരിയായിട്ടുള്ളത് നോക്കാം. പുതിയതും പഴയതുമായ നികുതി വ്യവസ്ഥയിലെ വ്യത്യാസത്തിൽ നിന്ന് സംസ്ഥാനങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് നഷ്ടപരിഹാര പദ്ധതികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുതിയതും പഴയതുമായ നികുതി വ്യവസ്ഥയിലെ വ്യത്യാസത്തിൽ നിന്നും സംസ്ഥാനങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഈ GST നഷ്ടപരിഹാര പദ്ധതികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. GSTയുടെ അന്തർ സംസ്ഥാന വിതരണത്തിലെ വ്യത്യാസങ്ങൾ മറികടക്കാൻ സംസ്ഥാനങ്ങളെ സഹായിക്കുക എന്നതായിരുന്നു നഷ്ടപരിഹാര ക്രമീകരണത്തിൻ്റെ ലക്ഷ്യം. GSTയുടെ അന്തർ സംസ്ഥാന വിതരണത്തിലെ വ്യത്യാസങ്ങൾ മറികടക്കാൻ സംസ്ഥാനങ്ങളെ സഹായിക്കുക എന്നതായിരുന്നു നഷ്ടപരിഹാര ക്രമീകരണത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എയും സിയും എന്താണ് ശരിയായിട്ട് വരുന്ന പ്രസ്താവനകളാണ് കേട്ടോ. വായിച്ചു നോക്കാം. GST നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? പുതിയതും പഴയതുമായ നികുതി വ്യവസ്ഥയിലെ വ്യത്യാസത്തിൽ നിന്ന് സംസ്ഥാനങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് നഷ്ടപരിഹാര പദ്ധതികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് GSTയുടെ അന്തർ സംസ്ഥാന വിതരണത്തിലെ വ്യത്യാസങ്ങൾ മറികടക്കാൻ സംസ്ഥാനങ്ങളെ സഹായിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1991 ജൂലൈ മുതൽ പുതിയ സാമ്പത്തിക നയത്തിന് കീഴിലുള്ള പ്രധാന നയം എപ്പോഴാണ് പ്രാബല്യത്തിൽ വന്നത്? 1991 ജൂലൈ മുതൽ പുതിയ സാമ്പത്തിക നയത്തിന് കീഴിലുള്ള പ്രധാന നയം എപ്പോഴാണ് പ്രാബല്യത്തിൽ വന്നത്? ഓപ്ഷൻ സി ആണ് സ്ഥിരത നയവും ഘടനാപരമായ പരിഷ്കരണ നയവും. നമുക്കറിയാം അല്ലേ, സാമ്പത്തിക നയം 1991 പുതിയ സാമ്പത്തിക നയം 2 വിഭാഗങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിലൊന്നാണ് സ്ഥിരതമായിട്ടുള്ള നയവും, അതുപോലെ തന്നെ എന്താണ് ഘടനാപരമായിട്ടുള്ള പരിഷ്കരണ നയവും അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. ഏതാണ് പ്രധാനപ്പെട്ട നയം? ഏതാണ്? സ്ഥിരത നയവും ഘടനാപരമായ പരിഷ്കരണ നയവും. നെക്സ്റ്റ്. IFSC ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെൻറ്ററിൻ്റെ ലക്ഷ്യം എന്താണ്? ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്റർ IFSCയുടെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ ആണ് അന്താരാഷ്ട്ര ധനകാര്യ സേവനങ്ങൾക്ക് അനുയോജ്യമായ ഒരു അധികാര പരിധിയായി ഇന്ത്യ ഉയർന്നു വരുന്നത് സുഗമമാക്കുക. അന്താരാഷ്ട്ര ധനകാര്യ സേവനങ്ങൾക്ക് അനുയോജ്യമായ ഒരു അധികാര പരിധിയായി ഇന്ത്യ ഉയർന്നു വരുന്നത് സുഗമമാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്?
അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എം.എൻ. റോയ് ആദ്യം നിർദ്ദേശിച്ച ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ശരിയാണോ? ശരിയാണല്ലേ. എം.എൻ. റോയ് ആണ് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. എം.എൻ. റോയ് ആണ്. ശരിയാണ്. അസംബ്ലി രൂപീകരിക്കുന്നതിന് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ശുപാർശ ചെയ്തു. ശരിയാണല്ലേ. ക്യാബിനറ്റ് മിഷൻ വന്നിട്ടുണ്ടല്ലേ, അതിനുശേഷമാണ് അല്ലേ, ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരമാണ് എന്ത് വരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ അസംബ്ലി വരുന്നത്. അപ്പോൾ അസംബ്ലി രൂപീകരിക്കുന്നതിന് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ശുപാർശ ചെയ്തു എന്ന് പറയുന്നത് എന്താണ്, ശരിയായിട്ട് വരുന്നതാണ്. 1946 ഡിസംബർ 9 ഭരണഘടനാ അസംബ്ലി ആദ്യമായി വിളിച്ചു ചേർത്തത് 1946 ഡിസംബർ 9 അല്ലേ. ഡിസംബർ 6 രൂപീകരിക്കുന്നത്, ഡിസംബർ 9 അസംബ്ലി ആദ്യമായിട്ട് വിളിച്ചു ചേർത്തത്. അതും ശരിയാണ്. ഡോക്ടർ ബി.ആർ. അംബേദ്കറെ ഭരണഘടനാ അസംബ്ലിയുടെ പ്രസിഡന്റായി നിയമിച്ചു. ശരിയാണോ? തെറ്റാണ്. നമുക്കറിയാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് അസംബ്ലിയുടെ പ്രസിഡന്റായിട്ട് നിയമിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. 4 തെറ്റാണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്, 4 ശരിയല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? 16ാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ ആണ് ഡോക്ടർ അരവിന്ദ് പനഗിരിയ. മിനി ഭരണഘടന എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഭേദഗതികൾ ഏതാണ്? അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതികൾ ഏതൊക്കെയാണ്? ആകെ കൂടി ഒരു ഭേദഗതി ഉള്ളൂ അല്ലേ, ചെറിയ ഭരണഘടന അല്ലേ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മിനി ഭരണഘടന എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ 42ാമത്തെ ഭേദഗതിയാണ്. അപ്പോൾ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1976 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എന്താണ്, ചെറിയ ഭരണഘടന എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, താഴെ പറയുന്ന കേസുകളിൽ ഏത് കേസാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി അടിസ്ഥാന ഘടന സിദ്ധാന്തത്തെക്കുറിച്ച് വിധിച്ചിരിക്കുന്നത്? ഏത് കേസിലാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തെക്കുറിച്ച് വിധിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് കേശവാനന്ദ ഭാരതി കേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് ഭരണഘടനയാണ് ഇന്ത്യ സംസ്ഥാന നയത്തിൻ്റെ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും അംഗീകരിച്ചത്? എന്നാണ് മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നാണ്? നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്ന എവിടെയാണ്? നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ് നിർദ്ദേശക തത്വങ്ങൾ അല്ലേ. അപ്പോൾ മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ഏതാണ് വരുന്നത്? എ ആണ് വരുന്നത്. അമേരിക്കയും ഐറിഷാണ്. മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്, നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത്? സംസ്ഥാന നയത്തിൻ്റെ എന്താണ് നോവൽ ഫീച്ചർ എന്നറിയപ്പെടുന്ന ഏത് ഭാഗമാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? നിർദ്ദേശക തത്വങ്ങളെയാണ്. അപ്പോൾ ആരാണ് നിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ അംബേദ്കർ. നെക്സ്റ്റ്, പൗരത്വത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ഇന്ത്യൻ പൗരനും വിദേശികൾക്കും ബാധകമാണെന്ന് പറഞ്ഞിരിക്കുന്നു. വോട്ടവകാശം വിദേശികൾക്ക് ബാധകമാണോ? അല്ല അല്ലേ. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഭരണഘടന നൽകുന്നുള്ളൂ, വിദേശികൾക്ക് ഈ അവകാശം നിഷേധിക്കുന്നു. അത് ശരിയാണ്. അപ്പോൾ പ്രസ്താവന ഏതാണ് വരുന്നത്? 2 ശരിയാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. വോട്ടവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ഉള്ളത്. നെക്സ്റ്റ്, സംസ്ഥാനമോ മറ്റേതെങ്കിലും അതോറിറ്റിയോ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? സംസ്ഥാനമോ മറ്റേതെങ്കിലും അതോറിറ്റിയോ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിച്ച ഉത്തരവ് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഹേബിയസ് കോർപ്പസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനുള്ള സ്ഥാപനം ഏതാണ്?
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഓംബുഡ്സ്മാൻ. നെക്സ്റ്റ്, സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള തൊഴിലന്വേഷകർക്ക് വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി കേരള സർക്കാർ താഴെ പറയുന്നവയിൽ ഏതാണ് ഏർപ്പെടുത്തിയത്? സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള തൊഴിലന്വേഷകർക്ക് വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി കേരള സർക്കാർ താഴെ പറയുന്നതിൽ ഏതാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് വരിക, അതായത് ODEPC ലിമിറ്റഡ്, അതായത് ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ലിമിറ്റഡ്. ഓപ്ഷൻ ബി ആണ് ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ലിമിറ്റഡ്. നെക്സ്റ്റ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ പൂർണ്ണമായി നടപ്പിലാക്കിയ വർഷം ഏതാണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ പൂർണ്ണമായി നടപ്പിലാക്കിയ വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ് 1/4/2008. ഏപ്രിൽ 1, 2008 ഏപ്രിൽ 1 പൂർണ്ണമായും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. നെക്സ്റ്റ്, കൗൺസിലിംഗ് നിയമസഹായത്തിലൂടെയും പോലീസ് സഹായത്തിലൂടെയും അവരുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 ഫെബ്രുവരിയിൽ ആരംഭിച്ച വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ പരിപാടി എന്നാണ് അറിയപ്പെടുന്നത്. കൗൺസിലിംഗ് നിയമസഹായത്തിലൂടെയും പോലീസ് സഹായത്തിലൂടെയും അവരുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 ഫെബ്രുവരിയിൽ ആരംഭിച്ച വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ പരിപാടി ഏതാണ്? ഓപ്ഷൻ സി ആണ് കാതോർത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക വികേന്ദ്രീകൃത പദ്ധതികളുടെ രൂപീകരണത്തിനും നിരീക്ഷണത്തിനുമായി കേരള സർക്കാർ വകുപ്പിനായുള്ള ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്ത പദ്ധതി നിരീക്ഷണ സോഫ്റ്റ്വെയർ ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഷിക വികേന്ദ്രീകൃത പദ്ധതികളുടെ രൂപീകരണത്തിനും നിരീക്ഷണത്തിനുമായി കേരള സർക്കാർ വകുപ്പിനായുള്ള ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്ത പദ്ധതി നിരീക്ഷണ സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ എ ആണ് സുലേഖ. നെക്സ്റ്റ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? ഓപ്ഷൻ ബി ശ്രീ പിണറായി വിജയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മേക്ക് ഇൻ ഇന്ത്യ 2014 ഭാരത സർക്കാർ തുടങ്ങിയ ഒരു സംരംഭമാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ശരിയാണ്. അന്തർദേശീയ സ്ഥാപനങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. മേക്ക് ഇൻ ഇന്ത്യയുടെ ലക്ഷ്യം പറയുന്നതാണ് അന്തർദേശീയ സ്ഥാപനങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് നിരുത്സാഹപ്പെടുത്തുക. അതുപോലെ തന്നെ അപ്പോൾ അത് പറയുന്നതാണ് തെറ്റായിട്ട് വരുന്നതാണ്. ശരിയായിട്ടുള്ള ലക്ഷ്യം വരുന്നതാണ് ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. അപ്പോൾ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് നിരുത്സാഹപ്പെടുത്തുക എന്ന് പറയുന്നത് ഇതിൽ വരുന്നില്ല, ഈ ലക്ഷ്യങ്ങളിൽ വരുന്നില്ല കേട്ടോ. അപ്പോൾ ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. മേക്ക് ഇൻ ഇന്ത്യയുടെ 2014 ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് 1, 3 ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ്, 2025 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വഖഫ് ഭേദഗതി ബില്ല് പരിഗണിച്ച ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? വഖഫ് ഭേദഗതി ബില്ല് പരിഗണിച്ച ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ആണ് ജഗദാംബിക പാൽ. നെക്സ്റ്റ്, ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത് 106 ഭേദഗതി. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? പൗരത്വം ആർജിക്കുവാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം. ഇവയൊക്കെ എന്താണ്? പൗരത്വം ആർജിക്കുവാനുള്ള മാർഗങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
നിർദ്ദേശകതത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് എഴുതുക. ഫസ്റ്റത്തെ നോക്കി നോക്കിയേ. നിർദ്ദേശകതത്വങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. അവ ലംഘിക്കപ്പെട്ടാൽ പൗരന് കോടതിയെ സമീപിക്കാം എന്ന് പറയുന്നു. അപ്പോൾ തെറ്റാണല്ലേ. നിർദ്ദേശകതത്വങ്ങൾ നമുക്ക് കോടതിയെ സമീപിച്ച് നേടാനായിട്ട് കഴിയില്ല. മൗലിക അവകാശങ്ങൾ നമുക്ക് കോടതിയെ സമീപിച്ച് നേടാനായിട്ട് കഴിയും. നിർദ്ദേശകതത്വങ്ങൾ സമൂഹത്തിൻ്റെ താല്പര്യങ്ങളും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു. അതുപോലെ നിർദ്ദേശകതത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. നിർദ്ദേശകതത്വങ്ങൾ സാമ്പത്തിക സാമൂഹിക നീതിക്ക് ഊന്നൽ നൽകുന്നു. അതൊക്കെ ശരിയാണല്ലേ. അപ്പോൾ മാർഗനിർദ്ദേശകതത്വങ്ങൾ ന്യായവാദർഹമാണോ? അല്ല. കോടതിയെ സമീപിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഇതിപ്പോൾ ലംഘിക്കപ്പെടാണെന്നുണ്ടെങ്കിൽ, മാർഗനിർദ്ദേശകതത്വങ്ങൾ ലംഘിക്കപ്പെടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാനായിട്ട് കഴിയില്ല. എന്നാൽ മൗലിക അവകാശങ്ങൾ എന്താണ്? ന്യായവാദാർഹമാണെന്നും പഠിച്ചു വെച്ചിരിക്കാം. നിർദ്ദേശകതത്വങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് അല്ലേ. സമൂഹത്തിന്റെ താല്പര്യങ്ങളും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു. നിർദ്ദേശകതത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. നിർദ്ദേശകതത്വങ്ങൾ സാമ്പത്തിക സാമൂഹിക നീതിക്ക് ഊന്നൽ നൽകുന്നു. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. ഓക്കെ, യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, ആദായ നികുതി. ഇവയെല്ലാം എന്താണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ അത് ശരിയാണ്. ഇനി സംസ്ഥാന ലിസ്റ്റിൽ മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം, പ്രാദേശിക ഗവൺമെൻറ്റുകൾ, ജയിൽ എന്നിവയിൽ എന്താണ്? സംസ്ഥാന ലിസ്റ്റിൽ വരുന്നവയാണ്. മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം, പ്രാദേശിക ഗവൺമെൻറ്റുകൾ, ജയിൽ. ഇനി കൺകറന്റ് ലിസ്റ്റിലോ വിദ്യാഭ്യാസം, വനങ്ങൾ, വിവാഹമോചനവും, മായം ചേർക്കൽ എന്നിവയ്ക്ക് എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ്. യൂണിയൻ ലിസ്റ്റിൽ പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, ആദായ നികുതി. സംസ്ഥാന ലിസ്റ്റിൽ മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം, പ്രാദേശിക ഗവൺമെൻറ്റുകൾ, ജയിൽ. കൺകറന്റ് ലിസ്റ്റിൽ വിദ്യാഭ്യാസം, വനങ്ങൾ, വിവാഹമോചനവും, മായം ചേർക്കൽ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം ഇതാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നോക്കി 2025 തന്നെ ചോദിച്ച ഏറ്റവും ലാസ്റ്റ് ആയിട്ട് 2025 ലാസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഇപ്പോൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നില്ലേ? ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണനിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. വീണ്ടും എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലേ. നോക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആയിരുന്നു. നോക്കിയേ, സെയിം ക്വസ്റ്റ്യൻ തന്നെ അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ശരിയാണോ? തെറ്റാണ്. നമ്മൾ പറഞ്ഞു അധ്യക്ഷൻ ആരാന്ന് പറഞ്ഞു? ഡോക്ടർ ബി.ആർ. അംബേദ്കർ അല്ലാതെ രാജേന്ദ്ര പ്രസാദാണ്. ഇനി ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. അത് ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 കൽക്കട്ടയിൽ വെച്ചാണെന്ന് പറയുന്നു. അത് തെറ്റാണ്. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന അംഗീകരിച്ചത് അല്ലേ. നവംബർ 26 നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നത്? ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ. അപ്പോൾ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന അംഗീകരിച്ചത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 2ഉം 4ഉം ശരിയായിട്ടുള്ളതാണ്. 2ഉം 4ഉം ശരിയായതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഇതാണ്. ഓപ്ഷൻ ബി ആണ്, അനന്യം പദ്ധതി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ അടുത്ത് നടന്ന എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയും കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. 2025 ചോദിച്ച മുഴുവൻ PAQs നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ 2024 പിന്നെ നമുക്ക് അങ്ങനെ ബാക്കിലോട്ട് പോയി തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.